ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിലു ബേബീസ് ചാനൽ. പിന്നെ സാദ് കുട്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കേക്ക് വാങ്ങാൻ വേണ്ടി കേക്ക് വേൾഡിലേക്ക് വന്നിരിക്കുകയായിരുന്നു. അവിടെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് കേക്ക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത്. ഞാൻ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയും പിന്നെ അതിൽ കുറച്ച് ഡെക്കറേഷനും പേരൊക്കെ കേക്കിൽ തന്നെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഞാൻ അയച്ച ഡിസൈൻ പോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എന്നൊന്നും എഴുതാൻ സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ പേര് മാത്രമേ എഴുതി. അപ്പോഴേക്കും കുട്ടിക്ക് ഒരു ബലൂണൊക്കെ എടുത്ത് ഊതി കൊടുക്കുകയായിരുന്നു. പിന്നെ അവൾ മുട്ടായി കണ്ട് അങ്ങനെ അത് വേണം പറഞ്ഞ് അത് വാങ്ങിക്കൊടുത്തു. പക്ഷെ അവൾ കഴിച്ചില്ല കേട്ടോ, ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുട്ടികളുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അവരിതാ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്നത് കണ്ടപ്പോൾ പുറത്തിങ്ങനെ വന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി അവരിനെ അവിടെ നിർത്തി. അപ്പോൾ അവരത് കമ്പിയിലൊക്കെ കയറി നിൽക്കുകയാണ്. അവനോട് വീഡിയോ എടുക്കണം പറഞ്ഞപ്പോൾ അവൻ സ്കൂളിൽ പഠിപ്പിച്ചൊക്കെ പാടുന്നു കേട്ടോ. പിന്നെ ഷീറ്റിൻ്റെ അടിയിൽ എന്തോ ചേർത്ത് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്ത് സ്കൂളിലെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു പാട്ട് പാടണ്ട, അതിലൊക്കെ ഇങ്ങനെ കളിക്കുക എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക പറഞ്ഞപ്പോൾ പാട്ട് തന്നെ പാടിക്കൊണ്ടിരുന്നു. പിന്നെ സാദ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ തൊടുകയും കളിക്കുകയൊക്കെ ചെയ്ത്. സയാൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഞാനും മിലുവിന് ഫുഡൊക്കെ കൊടുത്തോളം ഉറക്കി. അതുപോലെ കുഞ്ഞാറ്റി ഉറങ്ങിയായിരുന്നു കേട്ടോ. അതാണ് അവർ രണ്ടാളും വീഡിയോയിൽ കാണാത്ത കേട്ടോ. പിന്നെ അവിടെ നെല്ലിക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിറയെ നെല്ലിക്ക ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതിനെക്കാട്ടി ഉണ്ടായിരുന്നു. ഇപ്പം ഒത്തിരി ഉള്ളൂ കേട്ടോ. മേലെയും പിന്നെ അത് അടിയിലൊക്കെ ഉണ്ട്. ആൾക്ക് പൊന്തിച്ച് നോക്കുമ്പോഴേ കാണുള്ളൂ കേട്ടോ അടിയിലുള്ളതൊക്കെ. പിന്നെ ഇതാ മിലൂസ് എണീച്ച് വന്നു കേട്ടോ. പിന്നെ കേക്ക് മുറിക്കാന്ന് പറഞ്ഞപ്പോൾ മിലുവിനും കുഞ്ഞാറ്റിക്കൊക്കെ ഡ്രസ്സ് ഇട്ട് കൊടുത്ത്. പിന്നെ സാദിനും ഡ്രസ്സ് മാറ്റി കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. മുടി വെട്ടിയതൊക്കെ കാണിച്ചു തരുന്നു കേട്ടോ അവന്. പിന്നെ അവിടുന്ന് കുറച്ച് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് സാദിനെയും സയാനെയും കുഞ്ഞാറ്റിനെയൊക്കെ. കൂടെ പൂച്ചയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂച്ച ഫുൾ എല്ലാ ഫോട്ടോസിലും വീഡിയോസിലും പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. മിലുവിന് പിന്നെ പൂച്ച വീട്ടിൽ അവൾക്കുള്ളത് കൊണ്ട് പൂച്ചകളിനെയൊന്നും പേടിയില്ല. അവൾക്ക് പിന്നെ നല്ല ഇഷ്ടമാണ് പൂച്ചകളിനെ. കുട്ടികൾക്കൊക്കെ നേരത്തെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. പിന്നെയാണ് കേട്ടോ ഞങ്ങൾ കേക്ക് മുറിച്ചത്. അപ്പോൾ കേക്ക് സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡിസൈന് പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു. പക്ഷേ മാറ്റം കുറച്ച് വേറെ ഡിസൈനും കൂടെ ചേർക്കാൻ പറഞ്ഞു. പക്ഷെ അവർ ചേർത്തില്ല. ആ ഡിസൈൻ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ രണ്ടാളും കൂടെ ഗെയിം കളിക്കൽ തുടങ്ങി. ഇവിടെ രണ്ടാളും മുട്ടായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ.
പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാ. എന്നിട്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു സാധത്തിന്. അപ്പം അത് പൊളിച്ച് നോക്കുകയായിരുന്നു കേട്ടോ. അപ്പം അതിലൊരു ജീപ്പായിരുന്നു കേട്ടോ. ഹിറ്റ്ലർ ജീപ്പ് പറഞ്ഞിട്ടുള്ള ഒരു ജീപ്പായിരുന്നു. ഞാൻ തുറന്നപ്പോൾ സാരി നല്ല ഇഷ്ടപ്പെട്ടു. രണ്ടാൾക്കും നല്ല ഇഷ്ടപ്പെട്ടു. അത് ഫ്ലാഗ് എന്തോ പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞാറ്റ ഉറങ്ങി. സയാനെ ഉറക്കാൻ വേണ്ടി ഞങ്ങൾ റൂമിൽ വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടെ കളിക്കുകയായിരുന്നു. കളിച്ച് ലാസ്റ്റ് ഒറ്റ അടി കൊടുത്തിട്ട. പക്ഷെ അവൻ അറിയാണ്ട് കൊടുത്താണ്. നല്ല വേദനിച്ച്. പിന്നെ അവൻ തന്നെ സോപ്പിട്ട് അങ്ങനെ നിന്ന് കരഞ്ഞൊന്നുമില്ല. പിന്നെ അങ്ങനെ കളിച്ച്. പിന്നെ ഞാനും മിലിയും സാദൊക്കെ ഉറങ്ങി. എല്ലാവരും ഉറങ്ങിയിട്ടാ. സാദ ഉറങ്ങാത്തതാണ്. പക്ഷെ അവനും ഉറങ്ങി. കുഞ്ഞാറ്റിയും സയാനും ഫസ്റ്റ് എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മിലു എണീച്ച് വന്നത് TV കാണായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ സാദും എണീച്ച് രണ്ടാളും കൂടി TVൻ്റെ മുന്നിൽ പോയി നിൽക്കുകയായിരുന്നു കേട്ടോ. സാദിനെ പഠിക്കാൻ വേണ്ടി വിളിച്ചിട്ട് തെറ്റിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ. അപ്പോഴേക്ക് കുഞ്ഞാറ്റ് ബുക്കൊക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങി. സാദിന് പഠിക്കാതിരിക്കുമ്പോൾ കുഞ്ഞാറ്റ് മിലു ഉണ്ടെങ്കിൽ മിലുവും സയാനൊക്കെ കയറിയിരിക്കും കേട്ടോ. സയാൻ ഒരേ കരച്ചിലായിരുന്നു. അപ്പോൾ താത്താൻ്റെ പഴയ ബുക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ സയാനും സാദും ഇങ്ങനെ ബുക്കിൽ നോക്കി ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു. കുഞ്ഞാറ്റിയും മിലുവും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ക്രയോൺസും ബോക്സൊക്കെ എടുത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സാദ് ഇവൻ്റെ ബുക്കിൽ നിന്ന് ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മ കുഞ്ഞാറ്റിക്ക് കഴിക്കാൻ വേണ്ടി ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടത് അവൾ ഓടി വന്നാണ്. അങ്ങനെ ഓടി മേലെ കയറി നിന്നിട്ട്. പിന്നെ സയാനും സാദും കൂടെ പിടിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ അവൾ പോയില്ല. പിന്നെ ലാസ്റ്റ് അവളെ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി. പിന്നെ ഉമ്മ കടയിൽ പോയപ്പം മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നീ പറ. പിന്നെ ഞങ്ങൾ രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് കുട്ടികളെയൊക്കെ വിട്ടിട്ട് വന്നപ്പോൾ കുട്ടിക്ക് മിലുവിന് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീടെത്തി കുളിപ്പിച്ചൊക്കെ കൊടുത്ത് അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി കടത്തിയിട്ട് ഉറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.